ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടും പ്രതിഷേധം അവസാനിപ്പിക്കാതെ പ്രതിപക്ഷം. CJP മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് നീക്കം. വിഷയം ലോക്സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അയോധ്യ, E20 പെട്രോൾ അടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ സഭയിൽ ഉന്നയിക്കുമെന്ന് MPമാരായ P സന്തോഷ് കുമാറും NK പ്രേമചന്ദ്രനും റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭയത്തിന്റെ അന്തരീക്ഷം രാജ്യത്തുണ്ടായിരുന്നത്, കാരണം ഇവരെ നേരിടാൻ കഴിയില്ല എന്ന ഒരു ഭീതി ഉണ്ടായിരുന്നത്. UAPA ചുമത്തുക, അല്ലെങ്കിൽ വേറെ ഈ സമരം നടക്കുമ്പോൾ തന്നെ എന്നോട് പലരും പറഞ്ഞിരുന്നു ഇതൊക്കെ പെട്ടെന്ന് തീർക്കും, ഒരു 19 പിള്ളേരെ പേരിൽ UAPA പിടിച്ചിടും, കേസിടും, പിടിച്ച് ജയിലിലിടും, അവിടെ അവസാനിക്കുന്നതാണ്. പക്ഷേ ആ അന്തരീക്ഷവും രാജ്യത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർദ്ധിത വീര്യത്തോടുകൂടി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അണിനിരക്കാൻ സാധിക്കുന്നു എന്നതുകൂടിയാണ് ഈ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ഒരേ സമയം പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത. അയോധ്യയിലെ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഉള്ള അതിഗുരുതരമായിരിക്കുന്ന വീഴ്ച, ഈ എഥനോൾ ബ്ലെൻഡിങ്ങിൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് പ്രതിപക്ഷം ആ വിഷയങ്ങളും കൂടെ ഉന്നയിക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ അമിത്ഷാ മാപ്പ് പറയേണ്ടതാണോ എന്ന് ചോദിച്ചാൽ 1000 വട്ടം മാപ്പ് പറയേണ്ടതാണ്. ചർച്ചയിലൊക്കെ പങ്കെടുക്കും, പക്ഷേ ഈ നിയമനിർമ്മാണം കൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പക്ഷേ ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായതും വിമർശന വിധേയമായതും ജൂലൈ മാസം 20-ാം തീയതി നടന്ന പ്രാകൃതമായ ലാത്തിചാർജും പോലീസിന്റെ നരനായാട്ടുമാണ്. CRPF അടക്കമുള്ളവർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് കുട്ടികളെ നേരിട്ടു എന്നുള്ളതാണ്. ഒരു ശത്രു സൈന്യത്തെ നേരിടുന്നതിന് സമാനമായ നിലയിലാണ് പോലീസ് ഒരു ജനകീയ സമരത്തെ നേരിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി, ഉത്തരവാദിയായ ആഭ്യന്തരമന്ത്രി ഈ കാര്യത്തെ സംബന്ധിച്ച് സഭയിൽ പ്രസ്താവന നടത്തണം. ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്, സംഘർഷമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തി. പക്ഷേ പുറത്തു വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ആ പ്രാകൃതമായ അക്രമം അഴിച്ചുവിട്ടത് ഒരു പ്രകോപനവുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് നേരെ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നേരെയൊക്കെ പ്രാകൃതമായ നിലയിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ട പോലീസിന്റെ നടപടിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ്, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം എന്നുള്ളതാണ് ശക്തമായ ആവശ്യമായി സഭയിൽ ഉന്നയിക്കാൻ. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബില്ലിൽ 10 മണിക്കൂർ വരെ ചർച്ചയുണ്ടാകും. രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രധാന നേതാക്കളുടെ യോഗം 10:30 ചേരും. ഇരുസഭകളുടെയും തന്ത്രങ്ങൾ തീരുമാനിക്കാനാണ് യോഗം. മുതിർന്ന കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ RAF 7 തവണ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നാണ് ഗുരുതര കണ്ടെത്തൽ. PR സുനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒപ്പം നോബൽ മാരിക്കാരനും ഉണ്ട്. PR സുനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. PR സുനിൽ, ഒരു വശത്ത് ഈ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് എതിരായ FIR-കൾ റദ്ദാക്കും, കേസുകൾ പിൻവലിക്കുമെന്ന് പറയുന്നു. മറ്റൊരു വശത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെ നിർണായകമായ യോഗം ചേർന്നു. ഇനി എന്താണ് പാർലമെന്റിൽ ഭരണപക്ഷത്തിന്റെ ആക്ഷൻ പ്ലാൻ എന്നത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാക്കുന്നു? മധു, തീർച്ചയായും എങ്ങനെയാണ് പാർലമെന്റിൽ മുന്നോട്ട് പോകേണ്ടത് എന്നത് ആലോചിക്കാനാണ് ഇപ്പോൾ മുതിർന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. ഏതായാലും സർക്കാർ പ്രതിരോധത്തിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഏതായാലും ഇന്ന് തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 12 മണിക്കായിരിക്കും ആ ബില്ല് അവതരിപ്പിക്കുക. പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഈ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നീട് 8 മുതൽ 10 മണിക്കൂർ വരെ ബില്ലിന്മേൽ ചർച്ച നടത്തും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ചർച്ചയോട് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം ഉന്നയിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ചു. ആ തല്ലിച്ചതയ്ക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച് നിരായുധരായി പ്രതിഷേധവുമായി വന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് അനുമതി നൽകിയത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുകയാണ്. ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ആദ്യം മറുപടി വരട്ടെ, അതിനുശേഷമാകാം മറ്റ് ചർച്ച എന്നൊരു നിലപാട് പ്രതിപക്ഷം എടുക്കുകയാണെങ്കിൽ പാർലമെന്റ് ചേർന്നാൽ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും. പാർലമെന്റ് പിരിഞ്ഞാലും 12 മണിക്ക് ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ചേരും. ആ സമയത്തും പ്രതിപക്ഷം ഈ നിസ്സഹകരണ മനോഭാവമാണ് തുടരുന്നത് എങ്കിൽ പേപ്പർ ലീക്ക് ബില്ലിനോട് സഹകരിക്കാൻ പ്രതിപക്ഷമില്ല. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ സഭ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിനില്ല എന്നതായിരിക്കും ഭരണപക്ഷത്തിന്റെ ഭാഷ്യം.
തീർച്ചയായും അങ്ങനെയൊരു നിലപാട്, അങ്ങനെയൊരു അഭിപ്രായം ഭരണപക്ഷം പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഈ ബില്ലിനോട് സഹകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. ബില്ലിനോട് സഹകരിക്കും, ബില്ലിന് അനുകൂലമായി നിലപാടെടുക്കും എന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ബില്ലിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അക്കാര്യം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ലോക്സഭയിൽ അറിയിക്കും, രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും അത് അറിയിക്കും. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം എന്നത് പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതിന് മറുപടി വേണം. അതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറുപടി നൽകണം എന്ന ആവശ്യം പ്രതിപക്ഷത്തിനുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളിൽ ഒന്ന് വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണം എന്നതാണ്. അപ്പോൾ ആ വിഷയത്തിലും നിലപാട് കടുപ്പിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഡൽഹിയിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ദില്ലി പോലീസിന്റെയും RIFന്റെയും അതിക്രമം, ആ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണം എന്ന ആവശ്യം പ്രതിപക്ഷത്തിനുണ്ട്. അപ്പോൾ ഇതിനുകൂടി മറുപടി നൽകണം ഈ ബില്ല് കൊണ്ടുവരുന്നതിനൊപ്പം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അല്ലാതെ ബില്ലിനെ എതിർക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ഏതായാലും പാർലമെന്റ് കവാടത്തിലും ഇന്ന് പ്രതിഷേധ ധർണ പ്രതിപക്ഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർത്തി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുക.